സാറേ. ആ ജോയ് ബ്രദർ പറഞ്ഞോളൂ. ഞാൻ വാട്സപ്പിൽ മറ്റേ വോയിസ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, സാറ് കേട്ടാ? കേട്ടായിരുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത, പൗലോസ് മറ്റേ പത്രോസ് അല്ല പത്രോസിനെ കൊണ്ട് അവിടെ എന്താ വൃത്യന്റെ പേര് ഞാൻ മറന്ന പോണ്ടി കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞില്ല അവിടെ, കൊർന്നല്യോസിന്റെ പേര് മറന്നുപോയി. അപ്പൊ ആ ഒരു ചിന്ത എന്റെ ഉള്ളിൽ വന്നപ്പോ ഒരു ആഗ്രഹം തോന്നി, സാറിന്റെ കൈവപ്പിലൂടെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു എന്താ പറയാ ഒരു 100% മാതിരി തോന്നിയപ്പോഴാണ് വാട്സപ്പ് വോയിസ് മെസ്സേജ് ഇട്ടത്. അതെ, ഇപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച സംശയങ്ങളും കൂടെ ചേർത്ത് ഞാൻ പറയാം. ഇപ്പോൾ ചില പെന്തിക്കോസ് മേഖലകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവരുടെ ചിലപ്പോൾ ചില കൺവെൻഷനോ ചില ഉപവാസ പ്രാർത്ഥനയോ ചില കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ പള്ളി കൂട്ടായ്മയൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ചിലരുടെ അടുത്ത് പോയി കൈ വയ്ക്കുമ്പോഴത്തേക്ക് അവർ തുള്ളുന്നു, മറഞ്ഞു വീഴുന്നു, കസരയിൽ നിന്ന് കടന്നു തുള്ളുന്നു, ചാടി വീഴുന്നു എന്നൊക്കെ. ഈ കാര്യം എന്ന് പറയുന്നത് ഈ പെന്തിക്കോസ് മേഖലയിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന വ്യക്തികളുടെ മേലുള്ള നെഗറ്റീവ് പവറാണ്, അല്ലെങ്കിൽ ദുരാത്മാവാണ്, അല്ലാതെ ഈ ചാടുന്ന വ്യക്തികൾക്കുള്ള പ്രശ്നമല്ല. ഈ പെന്തിക്കോസ് മേഖലയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാർക്കും ആ മേഖലയിൽ നിൽക്കുന്ന സകല വ്യക്തികൾക്കും ഉള്ള ഒരു ദുരാത്മാവ് എന്ന് ബൈബിൾ പറയുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ്. അതാണ് ഈ മനസ്സിന് കട്ടിയില്ലാത്ത വ്യക്തികളുടെ അടുത്ത് വന്ന് അവർ കൈവയ്ക്കുമ്പോഴോ പിന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴോ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷിക്കുന്ന ആളിനകത്തിരിക്കുന്ന നെഗറ്റീവ് പവർ ദുരാത്മാവ് മറ്റാളിനെ പോയി ശല്യം ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പെന്തിക്കോസ് മേഖലയിൽ നിൽക്കുന്ന സകല മനുഷ്യരും ഈ നെഗറ്റീവ് എനർജി വെച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ എനർജി അല്ല, ദൈവിക ശക്തിയല്ല. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ ബൈബിളിൽ ഒരിടത്തും ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു അധിവാസം വരുമ്പോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ നിറവ് വരുമ്പോ ആൾക്കാർ തുള്ളിയതായിട്ടും ബഹളം വെച്ചതായിട്ടും കടന്ന് അലറിയതായിട്ടും ഒന്നും ഒരിടത്തും പറയുന്നില്ല. ജീസസിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു അലർച്ച ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു തുള്ളൽ ഉണ്ടായിട്ടില്ല. ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്ത് ജീസസ് ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുത്തപ്പോഴും തുള്ളലും ചാട്ടവും ബഹളവും ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പൗലൂസിലൂടെയുള്ള ശുശ്രൂഷ വെളിപ്പെടുമ്പോഴും അവിടെ ഒന്നും ഇങ്ങനത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവിക അഭിഷേകത്തിനകത്ത് ഇതൊന്നും ഇല്ല. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ബൈബിൾ പറയുന്നിടത്തെല്ലാം എഴുതിയിരിക്കുന്നത് ദുരാത്മാവാണ്, അത് അതെ നെഗറ്റീവ് പവറാണ്. അവിടെയാണ് ഈ തുള്ളലും ബഹളവും ഉരുട്ടലും പിരട്ടലും ഒക്കെ ഉണ്ടാകുന്ന അതാണ്. അപ്പോൾ ചില വ്യക്തികൾക്ക് അതുണ്ടാകുന്നത് അവരിലിരിക്കുന്ന നെഗറ്റീവ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് പെന്തിക്കോസ് മേഖലയിൽ കാണുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന വ്യക്തികളിലുള്ള പ്രശ്നമാണ്. ഓക്കെ, കാരണം അവരുടെ ജീവിതം നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാവും. ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ പോണ സ്ഥലത്തെ ആള് എന്താ പറയാ ഒരു വാക്കുണ്ടല്ലോ, മറ്റേ സൗമ്യനും ഒരു ഭാര്യയുള്ള ഭർത്താവ് അങ്ങനെ ദാസനായിട്ടിരിക്കണം എന്നൊക്കെ ഒരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് ചില ജാതി ചൂടാവലുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് കറക്റ്റ് വ്യക്തിയല്ലാന്ന് മനസ്സിലായി. പക്ഷെ അവിടെ ചെന്ന് പെട്ടില്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇനിയിപ്പോ അവിടെ നിന്ന് മാറണമെങ്കിൽ കുറച്ചും കൂടി ഒരു അറിവ് കിട്ടണം. അപ്പൊ അത് ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് സാറിനോട് സംസാരിക്കാനും ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടാനും ഒക്കെ ചോദിച്ചത്. ഓക്കെ, എന്തായാലും നിങ്ങൾ 2-ാം തീയതി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് വന്നോളൂ. ഞാൻ 2-ാം തീയതി വരെ നല്ല തിരക്കിലാണ്, കുറച്ച് മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ 2-ാം തീയതി കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് വിളിച്ചിട്ട് വായോ. ശരി. ഓക്കെ, ശരി. താങ്ക് യു. ശരി.